ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാപ്രവചനം 59 ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു, രക്ഷിക്കുന്നവനായ ദൈവം, കേൾക്കുന്നവനായ ദൈവം, നമ്മെ നടത്തുന്നവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലാണോ നമ്മളായിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വേടൻ്റെ വലയിൽ അകപ്പെട്ടു പോയതായ ഒരു പക്ഷി എങ്ങനെയാണോ രക്ഷപ്പെടുന്നത്, അതിനപ്പുറമായി ദൈവികമായ സംരക്ഷണത്തിൽ ജീവിക്കുന്നതായ ഒരു ദൈവ പൈതലിനെ ദൈവം പ്രതികൂലങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടാൻ പോകുകയാണ്. അർത്ഥാൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുകയാണ്. പിശാച് നിങ്ങളെ തകർത്ത് കളയുവാൻ അവൻ കൈകൊണ്ടവൻ നിങ്ങളെ ഒതുക്കുമ്പോൾ, അവൻ്റെ ബലമുള്ള കയ്യിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അത് മാത്രം ഇവിടെ പറയുന്നു, അവൻ്റെ കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവിയെ മന്ദമായിട്ടില്ല. ഇന്ന് പകൽക്കാലത്ത് നിങ്ങളുടെ കരച്ചിൽ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആവശ്യങ്ങൾ വെച്ചുള്ള ആ നിലവിളി ദൈവം കേൾക്കുന്ന ദൈവമാണ്. ആകയാൽ ഈ പകൽക്കാലം രക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി മറുപടി നൽകുന്ന ആ നല്ല കർത്താവിനെ ആശ്രയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണ്.